JRCM. Sir, please. Thank you, Binu sir. Thank you. JRCM. വളരെ സന്തോഷം. നമ്മുടെ ഈ ഓണം കഴിഞ്ഞിട്ടില്ല, ഓണം തുടങ്ങുകയാണ് നമ്മള്. ഒരു കാര്യം കൂടി ശ്രീ സർ പറയാനുണ്ട്. ശ്രീ സർ എമറാൾഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കിളിമാനൂർ വന്നൊരു ലാസ്റ്റ് മീറ്റിംഗ് തന്നിരുന്നു. അതിനുശേഷം ഈ കൊറോണ സമയത്ത് പോലും എന്താ പറയാ, ശ്രീ സാറിന്റെ പ്രസൻസ് എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. നിലമേല് നമ്മുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ശ്രീ സാർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്ത് കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് നമ്മുടെ നിലമേല് അല്ലെ, നമ്മുടെ ഷോപ്പിനടുത്ത് ഒരു ഹാളിൽ ശരിക്കും അന്നും നമുക്കൊരു മീറ്റിംഗ് ശ്രീ സാറിനെ കിട്ടാൻ യാദൃച്ഛികമായിട്ടെങ്കിലും നമുക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചു. ഓക്കെ, താങ്ക് യു ശ്രീ സാർ, വെൽക്കം. വളരെ സന്തോഷം ബിനു സാർ, അങ്ങയുടെ ആ ഒരു ഓർമ്മപ്പെടുത്തലും സന്തോഷവും എല്ലാം തന്നെ വളരെ ക്ലൗഡ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഉണ്ട് സ്റ്റാർട്ടിങ്. അപ്പം എന്തായാലും വളരെ പ്രധാനപ്പെട്ട കോറായിട്ടുള്ള 1000 പേർ തികഞ്ഞ ഒരു മീറ്റിംഗിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ എനർജിയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബീനു സാറ് ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക് വിളിച്ചതും ബാബു സാറ് സ്വാഗതവും എല്ലാം വളരെ മനോഹരമായി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും കേരളത്തിന്റെ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തുള്ള കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ആവേശത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഓടി വന്നതാണ് ഒരു പ്രോഗ്രാം എന്ന്. ബീനു സാറും ഞാനും തമ്മിൽ ബ്ലൂടൂത്തിൽ ഇങ്ങനെ സംസാരിച്ച് കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റി. എന്തായാലും ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗോളുകളെ കുറിച്ചാണ്, ഗോൾ സെറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളുള്ള ആളുകൾ തന്നെയാണ്, സ്വപ്നങ്ങളുള്ള ലക്ഷ്യങ്ങളുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളത്. പക്ഷെ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കാണേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മളൊരു ട്രെയിനർ എന്നുള്ള ലെവലിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളും മറ്റുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ലൈഫിൽ ഉണ്ടാക്കിയ അനുഭവങ്ങളും എല്ലാം ചേർത്തിണക്കിയ ഒരു പരിപാടിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ സൈറ്റ് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 70,000-ഓളം ആളുകൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് നിൽക്കുന്നു, നമ്മൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിനകത്ത്. അപ്പം ഇത്രയധികം ആളുകളുടെ ജീവിതത്തിൽ RCM എന്ന് പറയുന്ന ആ സ്പന്ദനം എത്തിക്കാൻ, ആ ഒരു കാര്യം എത്തിക്കാൻ കഴിഞ്ഞ അഭിമാനത്തോടു കൂടി നിൽക്കുമ്പോൾ, പലപ്പോഴും നമ്മൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പറ്റി പഠിക്കുന്ന സമയത്ത് പല കമ്പനിക്കകത്തും ഒരു അച്ചീവർ ആവുക അല്ലെങ്കിൽ ഒരു നേട്ടം കൈവരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ചധികം മുന്നോട്ട് പോയി ഒരുപാട് ആളുകളെയൊക്കെ കൊണ്ടുവന്നു ഒക്കെ വലിയ സമ്പത്തൊക്കെ ഉണ്ടാവുമ്പോഴാണ് അച്ചീവർ എന്ന് പറയുക. പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ഒരു അച്ചീവർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു അച്ചീവറാണ്. കാരണം മാർക്കറ്റിനേക്കാളും ഗുണമേന്മ, വിലക്കുറവ്, ആരോഗ്യം ഇതൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു അച്ചീവ്മെന്റിനോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്ക് പോകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും എത്തേണ്ടത്, എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഈ പ്രോഗ്രാമിന്റെ ത്രൂ ഔട്ട് ഇതിനോടൊപ്പം നിന്നുകൊണ്ട് എന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട്, സാധാരണ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ് ആബ്സെന്റ് മൈൻഡ് അല്ലാതെ ശരീരത്തിനെ മനസ്സിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതെല്ലാ ദിവസവും ഓർമ്മിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ്. എഴുതാൻ പറ്റുന്ന ആളുകൾക്ക് നോട്ട് ചെയ്യാം. പൂർണ്ണമായും ഈ പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങളുടെ ഇന്ററാക്ഷൻസ് വേണം. ചാറ്റുകളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും മിസ്സാക്കാതെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടങ്ങളിൽ, പരിപാടിക്ക് അവസാനം നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും തീരുമാനിക്കാനും അത് ആവേശത്തോടു കൂടി അനൗൺസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ബീനു സാർ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു PPT-യിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരെയും ഈ വലിയ സ്വപ്നത്തിന്റെ, ലക്ഷ്യങ്ങളുടെ ലോകത്തിലേക്ക്, ജീവിതത്തിൽ വലിയ വിജയം നേടുന്ന ഒരു ലോകത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 12 വർഷത്തെ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അനുഭവങ്ങളൊക്കെ ചേർത്തിണക്കിയ ഒരു പ്രോഗ്രാമാണ്. നോക്കൂ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ജീവിതത്തിൽ. നോക്കൂ, കുഞ്ഞു കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വപ്നമുണ്ട്, കുറച്ചുകൂടി വലിയ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വപ്നമുണ്ട്, ഒരു പിതാവിന് അദ്ദേഹത്തിന്റെ സ്വപ്നമുണ്ട്, ഒരു മാതാവിന് സ്വപ്നമുണ്ട്, 2 കമിതാക്കൾ ബെഞ്ചിലിരുന്ന് അവരുടെ സ്വപ്നം കാണുകയാണ് ഭാവിയെ കുറിച്ച്. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. എന്നോടൊപ്പം ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടുണ്ടാക്കണം,
ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യണം, കുട്ടികളുടെ പഠനം പിന്നെ നല്ല ലെവലിൽ, ഞാൻ എന്തായാലും കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് നല്ല പഠനം എത്തിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണണം എന്നൊക്കെ ആഗ്രഹങ്ങളാണ് ആളുകളുടെ മുമ്പിൽ. ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ 160-ലധികം രാജ്യങ്ങളിലൊക്കെ പോയ വീഡിയോ എല്ലാം കാണുമ്പോൾ നമ്മളും ആഗ്രഹിക്കും, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ടൂറ് പോയിക്കൂടാ, സ്വിറ്റ്സർലാൻഡിലും ലണ്ടനിലും പാരീസിലും ഒക്കെ എന്തുകൊണ്ട് സഞ്ചരിച്ചുകൂടാ. അതുപോലെ ജീവിതത്തിൽ സ്വന്തമായ നേട്ടങ്ങൾ, സ്വപ്നങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ള സ്വപ്നമുണ്ട്. ചാരിറ്റി, നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്ന വീടില്ലാത്ത ആളുകളെ സഹായിക്കുക, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. പക്ഷെ ഈ സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉറക്കത്ത് കാണുന്നതാവരുത്. APJ അബ്ദുൽ കലാം പറഞ്ഞ, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണോ നിങ്ങളുടെ സ്വപ്നം എന്നാ. പക്ഷെ സ്വപ്നങ്ങളുള്ള ആളുകളെല്ലാം അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ തുടർന്നു പോവാണ്. എന്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേണം, അത് ലക്ഷ്യമാണ്, ഗോളാണ്. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നേടാൻ ഉദ്ദേശിച്ച ഏത് കാര്യമാണെങ്കിലും സ്വപ്നമാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് നേടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം എന്താണ് സ്വപ്നങ്ങളും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം? ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗോൾ ആൻഡ് ഡ്രീം ഈസ് എ ഡെഡ്ലൈൻ. ഒരു ഡേറ്റ് തീരുമാനിക്കുന്ന സമയത്ത് അതൊരു ഗോളായി മാറുന്നു. എനിക്ക് ബെൻസ് എടുക്കണം, എപ്പോൾ? എനിക്ക് വലിയ വീടുണ്ടാക്കണം, 1500 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കണം, എപ്പോൾ? എനിക്ക് RCM-ൽ ഡയമണ്ട് ആവണം, എപ്പോൾ? എന്ന്. യെസ്, അവിടെ ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുന്ന സമയത്താണ് അതൊരു ഗോളായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഏറ്റവും പര്യാപ്തമായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എ പ്രൂവൺ മെത്തേഡ് ടു അച്ചീവ് യുവർ ഗോൾസ്. ഈ പ്രോഗ്രാം ഒരു പ്രൂവൺ മെത്തേഡാണ്. ഇതൊരു ട്രെയിനിങ് എന്ന് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ലൈഫിലും എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ RCM ജീവിതത്തിനകത്ത് കണ്ടുമുട്ടിയ ആളുകളിൽ നിന്നും പഠിച്ച അവരുടെ ജീവിത പാഠങ്ങൾ ചേർത്തിണക്കി കോർത്തിണക്കിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിജയികളുടെ പാത പിന്തുടരുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. പുതിയൊരു പരീക്ഷണത്തിന്റെ ഭാഗമാവുകയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. എന്തിനു വേണ്ടി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? യു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം, ഒരു കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ ഓടുന്നതല്ല. അതിന്റെ കൃത്യമായ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലേക്ക് ഏറ്റെടുക്കാനും ആ ജീവിതത്തിനെ ഉദ്ദേശിച്ച ലെവലിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിയും. യു ഫോക്കസ് ഓൺ ദ ഇമ്പോർട്ടന്റ് തിങ്സ്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വർഷം ചെയ്യേണ്ട കാര്യം എന്താണ്? അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു വാക്കും പറയേണ്ടി വരില്ല, വെറുതെ ഒരു യാത്രയും ചെയ്യേണ്ടി വരില്ല. എല്ലാം കൃത്യമായിട്ട് കാര്യത്തിൽ യു വിൽ മേക്ക് നല്ല തീരുമാനങ്ങൾ. ഒരു ഗോള് സെറ്റ് ചെയ്തൊരു വ്യക്തി എടുക്കുന്ന തീരുമാനം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള തീരുമാനമായിരിക്കും. ഒരു തെറ്റായ ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ല. യു ക്യാൻ ഫിനിഷ് ദ ടാസ്ക് എഫിഷ്യന്റ്ലി. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ടാസ്കുകൾ വളരെ കാര്യക്ഷമമായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവും. യു വിൽ ബി സെൽഫ് കോൺഫിഡൻറ്റ്. എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടാവും. ആരുടെ മുമ്പിലും നമുക്ക് നല്ല കരുത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ഗോൾ സെറ്റ് ചെയ്ത വ്യക്തികൾക്ക് കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യു ആർ ക്ലോസർ ടു പ്രോഗ്രസ് ആൻഡ് സക്സസ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുരോഗതിയുടെയും വലിയ വിജയത്തിന്റെയും ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് അകന്നു പോവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം, വെക്കണം. വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ്? നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? 3 ക്വസ്റ്റ്യൻസ്. വൈ ഡു യു? എന്തുകൊണ്ട് അച്ചീവ് ചെയ്യണം? എങ്ങനെ അച്ചീവ് ചെയ്യണം? ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിനകത്ത് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്, നമ്മളായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഗോള് സെറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, പെസിമിസ്റ്റ് ആറ്റിറ്റ്യൂഡ്, ഒരു ശുഭവിശ്വാസമല്ല. ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, അത് നടക്കുമോ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമില്ലായ്മ.
ഇഗ്നറൻസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ, ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ, അതിന്റെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച്, ലോ ഓഫ് സെൽഫ് എസ്റ്റീം, സ്വന്തമായിട്ടുള്ള ഒരു എസ്റ്റീമിന്റെ ഒരു വളരെ കുറവ്, ഫിയർ ഓഫ് റിജക്ഷൻ. ഞാനൊരു ഗോളൊക്കെ തീരുമാനിച്ച് ഞാൻ ആളുകളെ അസോസിയേറ്റ് ചെയ്യാൻ അല്ലെ ആളുകളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടായാലോ, മാജിക് ഓഫ് തിങ്കിങ് ബിഗിൽ പറയുന്നുണ്ട്, സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സപ്പോർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ പിന്തുണ കൂടിയാണ് ലോകത്തിൽ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ പിന്തുണ ആർജിക്കാൻ പോകുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടായാലോ, ലാക്ക് ഓഫ് അംബിഷൻ, ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ കുറവ്, ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയ ഭീതി. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ലോകത്ത് വിജയിച്ച ആളുകളെല്ലാം ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ സ്റ്റാർ എമറാൾഡായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ, ബെയിനു സാർ റൂബി ആയിട്ട് ഇരിക്കുമ്പോൾ, ബാബു സാർ സ്റ്റാർ എമറാൾഡായിട്ട് ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറയുമ്പോൾ, ഞങ്ങൾ പരാജയപ്പെട്ട അത്രയും അതിന് ടീമിൽ എമറാൾഡും സ്റ്റാർപ്പുകളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ നോ കേട്ട ആളാണ് ഡയമണ്ട് ആവുക. ജീവിതത്തിൽ പരാജയപ്പെടാതെ ഒന്നും ആരും നേടിയിട്ടില്ല. നിരവധി തവണ പരാജയപ്പെട്ട ആളാണ് സക്സസ് ആകുന്നത്. അപ്പോ ഒരിക്കലും ഫിയർ ഓഫ് ഫെയിലിയർ നമുക്ക് ആവശ്യമില്ല. ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഗോൾ സെറ്റിംഗ്, ഗോൾ സെറ്റിങ്ങിനെ പറ്റിയുള്ള അറിവില്ലായ്മ, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഇന്നത്തോടു കൂടി തീരും. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സെഷനിൽ ഇരുന്നോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് പുതുമയോടുകൂടി തന്നെയാണ് ഈ സെഷൻ അവതരിപ്പിക്കുന്നത്. ഇത്രയും വിപുലമായ ഗോൾ സെറ്റിങ്ങിന്റെ കുറച്ച് സെഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് മാറ്റം വരുത്തിയിട്ട് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പ്രധാനപ്പെട്ട സെലിബ്രേഷനിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തി നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നല്ല ഒരറിവ് ഇന്ന് നേടിയെടുക്കാൻ പറ്റും. ഗോളുകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ലോങ് ടേം ഗോൾസ്, മൈൽ സ്റ്റോൺ ഗോൾസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു 5 വർഷം അതിന്റെ മുകളിലോട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ. മീഡിയം ടേം ഗോൾസ്, ഇന്റർമീഡിയറ്റ് ഗോൾസ്. ഒരു മീഡിയം ടേം എന്ന് പറയുമ്പോൾ ഒരു 2 വർഷത്തിനും 5 വർഷത്തിനും ഒക്കെ ഇടയിൽ ഒരു കാലപരിധി തീരുമാനിച്ചു എന്ന് മാത്രം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരുന്ന് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാമിന് ശേഷം മുതൽ നിങ്ങൾ തീരുമാനിക്കുന്ന കുറഞ്ഞ മാസങ്ങൾക്കും ഒക്കെ വേണ്ടി തീരുമാനിക്കുന്നതിനെ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയും. എന്നോടൊപ്പം ഉള്ള ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ലോങ് ടേമും മീഡിയം ടേമും ഷോർട്ട് ടേം ഒക്കെ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഗോള് അല്ലെങ്കിൽ ജീവിതത്തിലെ സ്വപ്നം ഒക്കെ എത്ര കാലം, ലോങ് ടേമിൽ എത്ര കാലത്തേക്ക് ആരൊക്കെയാണ് സ്വപ്നം നേടുന്നത് എന്നുള്ളതിൽ എനിക്ക് ഈ അടുത്ത കാലത്ത് വളരെയധികം മോട്ടിവേഷൻ ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ഞാൻ കാണിക്കാം. ആൻ ഇന്ത്യൻ ഫാർമർ മേക്കിംഗ് ഹിസ് ഡ്രീം കം ട്രൂ അറ്റ് ദ ഏജ് ഓഫ് 88. 88-ാമത്തെ വയസ്സിൽ ഒരു ഇന്ത്യയിലെ കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ സ്വപ്ന വാഹനമായ മെഴ്സിഡസ് ബെൻസ് വാങ്ങിയ ഒരു ചിത്രം ഞാൻ കണ്ടു. അപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അത് ലക്ഷ്യങ്ങളാക്കി മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പ്രായമോ കാലമോ പ്രൊഫഷനോ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ഈ 88-കാരൻ തമിഴ്നാട്ടിലെ കൃഷിക്കാരൻ നമുക്ക് മുന്നിൽ വന്ന് പറയുന്നത്. നോക്കൂ, ദിസ് ഇന്ത്യൻ ഫാർമർ വെയിറ്റഡ് 80 years ടു ബൈ എ മെഴ്സിഡസ് ബെൻസ്. 80 വർഷം കാത്തിരുന്നതിന് ശേഷം, 80 വർഷം കാർഷിക പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന്റെ 8-ാമത്തെ വയസ്സിലുണ്ടായ സ്വപ്നം 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം അച്ചീവ് ചെയ്യാണ്. അപ്പം ഇന്ന് എന്റെ കൂട്ടത്തിൽ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടി വരില്ല. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പാതയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ആണ് ഒരു കർഷകന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വെൽനസ് ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ വെൽനസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റവല്യൂഷൻ, ഓരോ കാലഘട്ടത്തിലും വരുന്ന ഓരോ ബിസിനസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സിനോടൊപ്പം ഈ കൃഷിക്കാരൻ 80 വർഷം കാത്തിരുന്നിട്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സ്വപ്നം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും നേടിയെടുക്കാൻ വേണ്ടി 1, 2, 3 വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വർഷം കാത്തിരുന്നാൽ മതിയാകും. അങ്ങനെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ പോകുന്നത്. സെറ്റിംഗ് എ ഗോൾ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ടേണിംഗ് ദ ഇൻവിസിബിൾ ടു വിസിബിൾ. ഒരു ഗോൾ സെറ്റ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തത് കാണും. നമുക്ക് വ്യക്തത ഇല്ലാത്തതെല്ലാം വ്യക്തമായിട്ട് നമ്മളെ മുമ്പിലേക്ക് വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും പറയാറുണ്ട് ബിസിനസ്സിനകത്ത്, എനിക്ക് ആളുകളെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളെ കൃത്യമായിട്ട് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങൾ എന്താണോ ഒരു ലക്ഷ്യം തീരുമാനിക്കുന്നത്,
അന്ന് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരള സൂമിൽ 11 മണിക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ന്യൂട്രിചാർജ് സെയിൽസിലുള്ള കേരളത്തിലെ ധീരരായിട്ടുള്ള പ്രവർത്തകരെ ഒന്ന് കാണേണ്ടി വന്നു. അതിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, 3.5 ലക്ഷം ബിസിനസ് വോളിയം ചെയ്യുന്ന തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള വനിതകൾ, 3.5 ലക്ഷം വോളിയം, 2,60,000, 3.5 ലക്ഷം ഒക്കെ ചെയ്യുന്നത്. ഏതാണ്ട് അവരുടെ ഇൻകം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 2,12,000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റും ബിസിനസ് വോളിയം കമ്മീഷനൊക്കെ വാങ്ങുന്നത്. ഞാൻ മൂർത്തി സാറോട് ഇന്നലെ കുറച്ച് സംസാരിച്ചു. അപ്പൊ മൂർത്തി സാർ എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ എങ്ങനെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? സാറ് പറഞ്ഞു, പ്രത്യേകിച്ച് ബോഡി സ്കാനിങ് ഒന്നുമില്ല, അവർ പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങുന്നു, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറുന്നു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡില് ഒരു ലേഡി 3.5 ലക്ഷം BV സ്ഥിരമായി ചെയ്യുന്നു. അവരുടെ റോട്ടിൽ നിന്ന് 5 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം അവർക്ക് വീട്ടിലെത്തിച്ചേരാൻ. 5 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം. ബോഡി സ്കാനർ ഒന്നുമില്ല, പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ നേടിയിട്ടുള്ളൂ. പക്ഷെ അവർക്കും ഒരു സ്വപ്നമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അവർ കാടുകൾക്കപ്പുറത്ത് അവരുടെ അവസരം കാണുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്തതും എല്ലാം നമ്മുടെ മുമ്പിൽ വിസിബിൾ ആയിട്ട് വരും എന്നുള്ളതാണ് ടോണി റോബിൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെയധികം ആളുകൾ ഗോൾ സെറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായാലും എന്തൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു വ്യക്തത വേണം. എന്താണ് ഞാൻ നേടേണ്ടത്, എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള എന്തോ എന്നുള്ളതല്ല. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? അത് സ്പെസിഫിക് ആയിരിക്കണം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം ഒരു വ്യക്തത വേണം. നമ്മളൊരാൾ ചോദിക്കുക, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന സമയത്ത് ഇന്നത് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നു, അത് ഇന്ന കാര്യമാണ്, അതിന്റെ ഒരു കൃത്യമായ രൂപം. വാഹനമാണെങ്കിൽ വാഹനം, വീടാണെങ്കിൽ വീട്, എന്തോ നേടണം, എന്തൊക്കെയോ നേടണം എന്നൊക്കെ പറഞ്ഞു പോയാൽ ഒരിക്കലും നമ്മൾ നേടുന്നുണ്ടാവില്ല. അത് കൃത്യമായിട്ട് ഒരു കാര്യം. ഇപ്പൊ വീടാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീട്, അതിനെത്ര ചെലവ് വരുന്നുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു വ്യക്തത ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ തീരുമാനിക്കാം, പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അത് നിങ്ങളൊരു തീരുമാനമാക്കുക. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ ബിസിനസ്സിനകത്ത്, RCM ബിസിനസ്സിനകത്ത് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്കിപ്പോ ഈ മാസം, ഓഗസ്റ്റ് മാസം ഞാൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പലരും പറയാറുണ്ട്. അടിച്ചു പൊളിച്ചെടുക്കും എന്നൊക്കെയാ പലരും പറയാം. എന്ത് പൊളിച്ചെടുക്കും? നിങ്ങൾ ഏത് ലെവലാണ് പൊളിച്ചെടുക്കാൻ പോകുന്നത്? അതിലൊരു വ്യക്തത വേണം. ഈഗിളാണോ, റണ്ണറാണോ, വിന്നറാണോ, ഗോൾഡാണോ, പ്ലാറ്റിനം ആണോ, പേളാണോ, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഈ കാര്യത്തിൽ ഒരു വ്യക്തത. പില്ലകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിലൊരു വ്യക്തത നമുക്ക് ഉണ്ടാവും. വ്യക്തത എങ്ങനെ ഉണ്ടാവുക? അതിനെത്ര വോളിയം വേണം നമ്മൾ അറിയണം. ബിസിനസ് പ്ലാനുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ട് നോക്കണം. അങ്ങനെ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അടുത്ത കാര്യം, റിയലിസ്റ്റിക് ആവണം. ഇപ്പൊ ഒരാൾ പറയാ, എനിക്ക് RCMന്റെ പ്ലാനൊക്കെ പഠിച്ചു, 2021 ക്ലോസ് ചെയ്യുമ്പോഴേക്ക് ഞാൻ ഡയമണ്ട് ആവും. റിയലിസ്റ്റിക് ആണോ? ഡയമണ്ട് ആവണം എത്ര വോളിയം വേണം? ഒരിക്കലും റിയലിസ്റ്റിക് അല്ല. 2021 ക്ലോസ് ചെയ്യുമ്പോഴേക്ക് ഡയമണ്ട് ആവും എന്ന് പറഞ്ഞാൽ 25 കോടി A-ലെങ്കിലും 25 കോടി B-ലെങ്കിലും കൊണ്ടുവന്ന് ഡയമണ്ട് ആവുക എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു ഗോളല്ല. മിനിമം ഒരു ടെക്നിക്കൽ അച്ചീവ്മെന്റ് വരണമെങ്കിൽ നമുക്ക് 4 മാസം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഏത് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം ആ ഗോളിലേക്ക് പോകാൻ. എവിടെ നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ കുറച്ച് സ്ട്രെച്ച് ചെയ്തൊക്കെ അച്ചീവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ ലെവലിൽ നിന്ന് 4-5 ലെവലൊക്കെ കടന്ന ആളുകൾ പോയിട്ടുണ്ട്. അതൊക്കെ പോകാൻ പറ്റും. പക്ഷെ തീർത്തും അയാഥാർത്ഥ്യമായ ഒരു കാര്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു കാര്യം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഒരു 10 ലക്ഷം രൂപയുടെ കാർ എനിക്ക് എടുക്കണം. 10 ലക്ഷം രൂപയുടെ കാർ എനിക്ക് എടുക്കണമെങ്കിൽ എന്റെ ഇപ്പോഴത്തെ വരുമാനം, എനിക്ക് റെഡി ക്യാഷ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കിട്ടാവുന്ന ലോണ്, എന്റെ വരുമാനത്തിൽ നിന്നുകൊണ്ട് എന്റെ മറ്റ് ചെലവുകളൊക്കെ കഴിച്ച് ആ ലോൺ അടച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നോക്കി ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. നാളുകളിൽ ബിസിനസ് ഉണ്ടാകുന്ന ഗ്രോത്തും വരുമാനം ഒക്കെ നോക്കിയിട്ട് വേണം. അപ്പം ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു റിയലിസ്റ്റിക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. ആളുകളെ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വോളിയം ചെയ്യുന്ന കാര്യത്തിൽ, ഇപ്പൊ ഞാൻ നേരത്തെ 3.5 ലക്ഷം BV ചെയ്യണം തീരുമാനിച്ചു. ഡെയിലി ഒരു 10,000-13,000 വോളിയേ ഉള്ളൂ. ഡെയിലി ഒരു 25,000 വോളിയൊന്നും RCM ബിസിനസ് ചെയ്യാൻ ഒരു പണിയൊന്നുമില്ല. അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ തന്നെയാണ്.
അപ്പം അങ്ങനെ റിയലിസ്റ്റിക് ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കഷനാണ്. ഡിസ്കഷൻ എന്തിനാ? ഇപ്പൊ എനിക്കറിയാം നമ്മുടെ ബിസിനസ്സിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ആദ്യത്തെ ഡിസ്കഷൻ നടക്കേണ്ടത് നിങ്ങളൊരു ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണെന്ന് ഞാൻ പറയും. ധാരാളം ആളുകൾ കുടുംബമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, വിത്ത് ഫാമിലി. എന്തിനാ വീട്ടിലൊരു ഡിസ്കഷൻ? വീട്ടിൽ നമ്മൾ 4 പേരോ 5 പേരോ 6 പേരോ ഒക്കെയുള്ള ഫാമിലി ആയിരിക്കും. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ് നമ്മൾ RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമ്മുടെ വീടോ വലിയ നേട്ടോ. അപ്പൊ ചെറിയ പണികളിനൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും വർക്കുകളൊക്കെ. പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാൻ പോകാനും ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്ക് കാര്യമായിട്ട് പരിപാടിക്കൊന്നും വരാൻ പറ്റില്ല, പക്ഷെ പശുവിനെ അയച്ചു കെട്ടണം 2 നേരം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം. അതിനൊന്നും അതൊക്കെ നമുക്ക് ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന. ഇനിയിപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പണം കൊടുത്ത് ഏത് കാര്യവും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ പണം കൊടുത്ത് ചെയ്യിപ്പിക്കണം. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്കഷൻ നടക്കുക. വീട്ടിനകത്ത് നമ്മൾ ഡിസ്കഷൻ നടക്കാം, അതുപോലെ തന്നെ നമ്മളെ ടീമിനകത്ത് നമുക്ക് ഡിസ്കഷൻ നടക്കാം. അപ്ലൈനായിട്ട് കൗൺസിൽ ചെയ്യുക, ഡൗൺലൈനായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു ഗോൾ തീരുമാനിക്കുമ്പോൾ പ്രിയപ്പെട്ട ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറും CR മൂർത്തി സാറും ഷാഫി സാറും ഞാനൊക്കെ ഒരു ഡിസ്കഷനകത്ത് ഏർപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പേപ്പറിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്തും ടീമിനകത്തും അപ്ലൈനോട് കൗൺസിൽ ചെയ്യാം. എല്ലാ മാസവും ഈ മാസം ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ പിന്തുണകൾ വേണം, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഡൗൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡൗൺലൈനായിട്ട് അദ്ദേഹത്തിന്റെ നിങ്ങളെ ഗോള് അങ്ങോട്ട് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ഗോളുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമാക്കി അതിനെ മാറ്റാനും നമ്മൾ സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ നടത്തേണ്ടത് നമ്മളെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വളരെ സഹായകരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇത്തരത്തിലെ ഡിസ്കഷന്റെ പോരായ്മ കൊണ്ട് പലർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ മൂന്നാമത്തെ ഈ പോയിന്റും നിങ്ങൾ ശരിക്കും മനസ്സിലേക്ക് എടുത്തു വെക്കുക. അതുപോലെ തന്നെ ടൈമിലി ആയിരിക്കണം. നിങ്ങളൊരു ഗോള് തീരുമാനിച്ചാൽ എന്നാണ് നിന്റെ വണ്ടി വരുന്നത്, അതൊക്കെ വരും. എന്നാ വീടുണ്ടാക്കുന്നത്, അതൊക്കെ നടക്കും. ഇങ്ങനെ പറയരുത്. എപ്പോൾ നടക്കും? എന്നാണ് ടെക്നിക്കൽ അച്ചീവർ ആവുന്നത്? വരും സാറേ നോക്കിക്കോ. ഇങ്ങനെയൊക്കെ എന്നോട് ആൾക്കാർ പറയാറുണ്ട്. എപ്പോ, എന്ന്, ഏത് ഡേറ്റിൽ? അപ്പം ഒരു സമയം തീരുമാനിക്കുക, ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഗസ്റ്റ് 31-നാണോ, സെപ്റ്റംബറിലാണോ, ഡിസംബറിലാണോ? അപ്പം ഒരു സമയം തീരുമാനിച്ച് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഈ ആഴ്ച ഇന്നെന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, അതിനൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി ഒരു സമയം തീരുമാനിച്ച് വേണം. അപ്പൊ ഡേറ്റ്, വീക്ക്, മന്ത്, ഇയർ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഗോളിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറുന്നത്. അപ്പൊ ഡേറ്റ് തീരുമാനിക്കേണ്ടി വരും. ആഴ്ചകളില്, മന്ത്ലി, ഇയർലി, ഇതിനൊക്കെ നമ്മളൊരു ഗോള് തീരുമാനിച്ചാൽ അത് എപ്പോൾ, എന്ന് എന്നുള്ള ഒരു സമയം കൃത്യമായി തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് എഴുതുക എന്നുള്ളത്. എഴുതി വെക്കുക. പലപ്പോഴും വലിയ പ്രോഗ്രാമിലൊക്കെ വരുന്ന ഞാനൊക്കെ ഒരുപാട് പ്രോഗ്രാമിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എഴുത്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഗോളിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളെ ബ്രെയിനിലാണ് പതിക്കുന്നത്. ബ്രെയിനിന് ഇമേജുകൾ, വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. ഇമേജസ് ആണ് ബ്രെയിനിന് വേണ്ടത്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുക. നമ്മളെ ബോധ മനസ്സിന് നമ്മളെ പ്രവർത്തിപ്പിക്കാൻ ഒരു 4%, 6% കഴിയുക. ബാക്കി 94% സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ഇമേജുകളാണ്. എഴുതുമ്പോൾ അതിനകത്ത് പതിയുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ ലക്ഷ്യങ്ങളാണെങ്കിലും ഗോളുകളെല്ലാം എഴുതാൻ തയ്യാറാകുക. പേപ്പർ എടുക്കുക, എഴുതുക, വലുതായിട്ട് തന്നെ എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലിസ്റ്റ്, അച്ചീവ്മെന്റ്, അപ്പം ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചാൽ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആളുകളെ സ്പോൺസർ ചെയ്യണമെങ്കിൽ അവരുടെ ലിസ്റ്റ് എഴുതി വെക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. 10 പേരോട് പറഞ്ഞു, ബാക്കി ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നേട്ടങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പം അത് എഴുതി വെക്കുന്ന ഒരു പിക്ചറായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയുമ്പോൾ നമ്മുടെ ഗോളുകൾ നേടിയെടുക്കാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഞാനിപ്പോ കടക്കുന്നത്. ഗോൾ സെറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ പോകുന്നത്
എന്താണോ നേടാൻ പോകുന്നത് അതിനൊരു വ്യക്തതയായി കഴിഞ്ഞാൽ, അതിന്റെ ഒരു സമയം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് എഴുതി വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കരുത്. പ്രഖ്യാപിക്കുക, വീട്ടിൽ പ്രഖ്യാപിക്കുക, നാട്ടിൽ പ്രഖ്യാപിക്കുക, ബിസിനസ് മീറ്റിങ്ങുകളിൽ പ്രഖ്യാപിക്കുക. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാവുമോ? പ്രഖ്യാപിച്ച എത്ര ആൾക്കാർ ഇതിനകത്തുണ്ട്? ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച ആൾക്കാർ ഒന്ന് യെസ് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച ആളുകൾ ഒന്ന് യെസ് എന്ന് ചാറ്റ് ചെയ്ത് എത്ര പേര് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇല്ലെങ്കിൽ പ്രഖ്യാപിച്ചവരുടെ നേട്ടം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഒരു മൂന്നാമത്തെ വാഹനം, ഞാനൊരു ചെറിയ വണ്ടിയും തുടങ്ങി അടുത്ത വണ്ടിയിലേക്ക് വന്നു. 2017 ജൂലൈ 5-ാം തീയതി കോഴിക്കോട് ഷോറൂം എന്നാണ് ഞാൻ എൻ്റെ ഒരു വാഹനം എടുക്കുന്നത്. അതിനകത്ത് സന്നിധരായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. RCA ബിസിനസ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രസംഗിക്കുന്ന ആളുകളല്ല, പ്രവൃത്തിയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളുകളാണ്. എൻ്റെ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ തീർച്ചയായിട്ടും ഒരു മീറ്റിംഗിൽ 2016 ജൂലൈയിൽ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോൾ സെറ്റിങ്ങിനെ പറ്റിയും ഡ്രീമിനെ പറ്റിയും ധാരാളം ട്രെയിനിങ് കിട്ടിയോണ്ട് ജൂലൈ 2016 ഞാൻ പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും എൻ്റെ 2017 ജൂലൈ 5-ാം തീയതി ഞാൻ വണ്ടി എടുക്കുന്നത്, കാർ എടുക്കുന്ന ഷോറൂമിൽ വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. ഷോറൂമിന്റെ ചരിത്രത്തിലില്ലാത്ത വലിയൊരു ആഘോഷ പരിപാടികളാണ് അവിടെ നടന്നത്. അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് അവിടെ നടന്നു. ആ പ്രോഗ്രാമിലും പ്രഖ്യാപനങ്ങൾ നടന്നു. അപ്പൊ പവർ ഓഫ് ഡിക്ലറേഷൻ എന്താണ്? ഡിക്ലറേഷന്റെ പ്രഖ്യാപിച്ചാലുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹപ്രവർത്തകൻ വിനോദ് സാർ, അദ്ദേഹം ഞാൻ വണ്ടിയെടുത്ത അതേ ഷോറൂമിൽ നിന്നും ഞാൻ എടുത്ത അതേ വണ്ടി തന്നെ അദ്ദേഹം അടുത്ത വർഷം മാർച്ചിൽ അദ്ദേഹം പർച്ചേസ് ചെയ്തു. അവിടെ വന്നിരുന്ന ആളുകളൊക്കെ ആ മീറ്റിംഗിൽ, എനിക്കറിയാം, ആ മീറ്റിംഗിൽ പങ്കെടുത്ത് ഏതാണ്ട് ഒരു 10-20-ലധികം ആളുകൾ എല്ലാം അവരുടെ സ്വപ്നങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രീമുകൾ. പലരും ആ ഷോറൂമിൽ വന്നൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ നിന്നും ഡിക്ലെയർ ചെയ്താൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പല ആളുകളും ഇത് നാണക്കേടല്ലേ, പറഞ്ഞാൽ നേടിയില്ലെങ്കിൽ കുഴപ്പമില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നേടുള്ളൂ. മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ നിങ്ങളെ നേട്ടത്തിന് പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷൻസ് അവരിൽ നിന്ന് കിട്ടും. എന്റെ അനുഭവം ഇതാണെങ്കിൽ, നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ ലീഡർ, അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം കേൾക്കാം. RCMന്റെ 15-ാം ആനിവേഴ്സറി ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടന്നു. നിങ്ങൾക്ക് സ്റ്റേജിൽ ആ പച്ച മാർക്കിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുക കാണാം. 8 പേരുണ്ടായിരുന്ന ആ സ്റ്റേജിൽ എമറാൾഡ് ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ CR മൂർത്തി സാർ, 8 എമറാൾഡുമാർ അന്നത്തെ ഓൾ ഇന്ത്യ 15-ാം വാർഷികത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മൂർത്തി സാർ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്തായിരുന്നു ചോദിച്ചാൽ, ആ 8 പേരിൽ ഒരാളായിട്ട് ആ സ്റ്റേജിൽ കിട്ടുമ്പോൾ മൂർത്തി സാർ അന്ന് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം നോർത്ത് ഇന്ത്യയെ RCM ബിസിനസ്സിൽ ഓവർടേക്ക് ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം എന്തായി മാറി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇന്നൊരു ലെജൻഡായി മാറി, സ്റ്റാർ റൂബിയായി മാറി. വലിയ നേട്ടത്തിൽ, ഈ ആനിവേഴ്സറിയിലേക്ക് അതിലും വലിയ നേട്ടത്തിലേക്ക് മൂർത്തി പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മാൻ ഓൺ വീൽസ് എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒക്കെ നേട്ടത്തിന് പിന്നിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള എനർജി കൊടുത്ത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഡൽഹിയിലെ ആ സ്റ്റേജിലെ പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനമായി മാറിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ആരൊക്കെയാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ലക്ഷ്യങ്ങൾ ഉറക്കെ പറഞ്ഞിട്ടുള്ളത്, അവരത് നേടും എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു മറ്റൊരു വ്യക്തിയെ, എന്റെ ടീമിനകത്തുള്ള, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ വലിയ ലീഡർ, കോർ ലീഡറുടെ കാര്യം ഞാൻ പറഞ്ഞു. മറ്റൊരു ലീഡറുടെ ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ഇവിടെ കാണാം. 2018 ആഗസ്റ്റ് 2-ാം തീയതി മംഗള ടവർ തൃശൂർ. കേരളത്തിലെ ലീഡർമാരൊക്കെ പൊതുവെ പങ്കെടുക്കുന്ന ഞങ്ങൾ ഒരു ലീഡേഴ്സ് മീറ്റ് എല്ലാ മാസവും, തലേ മാസത്തെ അച്ചീവ്മെന്റുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്തൊരു ലീഡേഴ്സ് മീറ്റ്. ഈ പ്രോഗ്രാം, ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ ലീഡേഴ്സിനെയും കാണാം. അതിനകത്തു നിന്നും റഫീഖ് കൊയിലാണ്ടി എന്ന് പറയുന്ന വ്യക്തി ജൂലൈ മാസം സ്റ്റാർ പ്ലാറ്റിനമായി. A ലെഗിൽ 3.5 ലക്ഷം, B ലെഗിൽ 3.5 ലക്ഷം. ജൂലൈ മാസത്തെ സ്റ്റാർ പ്ലാറ്റിനം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും RCM ബിസിനസിന്റെ പ്ലാൻ പ്രകാരം ഒക്ടോബറിൽ തീർച്ചയായിട്ടും പേളാണ് ആവേണ്ടത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം 3.5 മെയിൻറ്റെയിൻ ചെയ്ത് പേളാവണം. പക്ഷേ അന്നത്തെ ആ മീറ്റിംഗിൽ ബീനു സാർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ രാജൻ ഡോക്ടർ, ഹേമന്ത് സാറ്, JP സാറ്, അതുപോലെ തന്നെ സുജിത് സാർ ഒക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സ്റ്റേജിൽ അത്രയും പേരെ നമുക്ക് കാണാം. ആ മീറ്റിംഗിൽ നിന്ന് റഫീഖ് സാർ പ്രഖ്യാപിച്ചത് 3 മാസത്തിന് ശേഷം
ഞാൻ ആവാൻ പോകുന്നത് പേളല്ല, ഡയറക്റ്റ് സ്റ്റാർ പേൾ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ അതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം കേട്ടിട്ടില്ല. കാരണം 3.5 ഏതാണ്ട് 7 ലക്ഷം BVയിൽ നിന്നും 5 ടച്ച് ചെയ്യാതെ 10 പോകുമെന്ന് ഒരു വ്യക്തി പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും ഡിയർ ഫ്രണ്ട്സ്, ഡൽഹിയിലെ ആനിവേഴ്സറിയിൽ വെച്ച് അദ്ദേഹം സ്റ്റാർ പേളിലെ ട്രോഫി വാങ്ങാനും അതിനെ സാക്ഷ്യം വഹിക്കാനും നമുക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ 3 ഡിക്ലറേഷന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ അടുത്ത കാലം സൂം മീറ്റിങ്ങുകളിൽ, കേരളത്തിലൊക്കെ ഈ അടുത്ത കാലത്ത് സൂം മീറ്റിങ്ങുകളിലുള്ള നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹം KR ഗോപാൽ എന്ന് പറയും. ഇന്ന് മൂർത്ത് സാറൊക്കെ കേരളത്തിന്റെ മുഴുവൻ മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സൂം മീറ്റിങ്ങുകളിലൊക്കെ ഡിസ്പ്ലേ വാളുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ 50-ലധികം ഡിസ്പ്ലേ വാൾ കൊണ്ടുവരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനമെങ്കിൽ 51 ഹോം ഡിസ്പ്ലേ വാൾ കൊണ്ടുവന്ന് കഴിഞ്ഞ മാസം അദ്ദേഹം സ്റ്റാർ പിൻ അച്ചീവർ ആയിട്ട് മാറി. അങ്ങനെ അദ്ദേഹം ഡിക്ലറേഷൻ, ദ പവർ ഓഫ് ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നേടി. സൂം മീറ്റിംഗിൽ അദ്ദേഹം ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. പലരും പഠിച്ചിരിക്കുന്ന സമയത്ത് ഉറക്കെ വിളിച്ചു പറയാനും അത് നേടാനും തയ്യാറായ 4 അനുഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഡിക്ലെയർ, ഇതിനെ വേറെ ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മുടെ മനസ്സുകൾക്കും നമ്മൾ എന്ത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് നേട്ടം കഴിയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു അവസരം ഞാൻ ഇവിടെ തരികയാണ്. RCMന്റെ 21ാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെസ്, RCM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ തുടങ്ങിയിട്ട് 21 വർഷമാവാൻ പോവുകയാണ്. ആ 21ാം വാർഷികം നവംബർ 14 2021 നവംബർ 14 നടക്കാൻ പോകുന്നത്. നവംബർ 14 നടക്കുമ്പോൾ ഈ ആഗസ്റ്റ് കഴിഞ്ഞ അടുത്ത മാസമാണ് ടാർഗറ്റ് മന്ത്. അടുത്ത മാസം മിനിമം ഒരു ഫൗണ്ടർ ഗോൾഡെങ്കിലും ആയി കഴിഞ്ഞാൽ RCMന്റെ 21ാം വാർഷികത്തിന്റെ സ്റ്റേജിൽ അത് എങ്ങനെയുള്ള സെലിബ്രേഷൻ ആയിക്കോട്ടെ, ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ഒരു അംഗീകാരത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എത്ര പേർക്ക് ചങ്കറപ്പോടുകൂടി ഒരു ഗോൾഡ് പിൻ അച്ചീവർ ആയിട്ട് 21ാം വാർഷികത്തെ ഡിജിറ്റലോ ഏത് ലെവലിലെ സെലിബ്രേഷൻ ആണെങ്കിലും ഞാൻ അതിലേക്ക് ഡിക്ലെയർ ചെയ്യുമെന്ന് ഇന്നത്തെ മീറ്റിംഗിൽ പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. അതിനുള്ള അവസരം ഈ മീറ്റിംഗ് ഡിക്ലെയർ ടുഡേ, ഇന്ന് പ്രഖ്യാപിക്കണം. ഇത് വലിയ ടാസ്ക് ഒന്നുമല്ല. 3.5 ലക്ഷം BV ഒറ്റയ്ക്ക് ചെയ്യുന്ന വനിതാ രത്നങ്ങളുടെ കേരള നാട്ടിൽ നിന്നും ഒരു റോയൽറ്റി ഗോൾഡ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ട് നമ്പർ നെറ്റ്വർക്കിന്റെ കാലമാണെങ്കിൽ ഇന്ന് സ്മാർട്ട് നെറ്റ്വർക്കിന്റെ കാലത്താണ്. 5 പേര് നിങ്ങളോടൊപ്പം കരുത്തോടു കൂടി നിന്നാൽ പോലും നിങ്ങൾക്ക് റോയൽറ്റി അച്ചീവർ ആവാൻ പറ്റും. 5 പേര് മതി. ചില റെക്കോർഡുകൾ നമ്മുടെ ടീമുകളിലൊക്കെ ഈ മാസവും അടുത്ത മാസവും പിറക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് പറയാനുള്ള, വിളിച്ചു പറയാനുള്ള ഈ 21ാം വാർഷികം എന്റെ കൂടി വർഷമായി മാറ്റുമെന്ന് ഉറക്കെ ചങ്കുറപ്പോടുകൂടി എത്ര പേർക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയുള്ള ആക്ഷൻസും വേണം. അടുത്ത പോയിന്റ്, ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, അത് പ്രഖ്യാപിക്കണമെങ്കിൽ, അത് നേടണമെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തിക്കണം. ലോകത്തിൽ ആരൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ, സ്വപ്നങ്ങൾ നേടിയിട്ടുണ്ടോ, അവർക്ക് പ്രവർത്തനമുണ്ട്. ഞാൻ ഒരു ആക്ഷൻ നിങ്ങളുടെ മുമ്പ് കാണിച്ചു തരാം. ഇന്ത്യയുടെ അഭിമാനമായി ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയുടെ ആക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണാം. കണ്ടു.
ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും ഒരു സംസാരിക്കാൻ പോലും സമയനിഷ്ഠ ഉണ്ടായിരുന്നില്ല. നീരജ് ചോപ്രയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത്. അതിനകത്ത് 3 വർഷത്തോളം അദ്ദേഹത്തിന്റെ പരിശീലനങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് സംസാരിക്കുന്ന കാര്യത്തിൽ വരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ലക്ഷ്യങ്ങളിലേക്ക്, ഗോളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു എന്ന് അതിനകത്ത് നമ്മൾ കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കായിക പരിശീലനം മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഇൻ ബിസിനസ് ആൻഡ് ലൈഫ്. അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്ന, നമുക്ക് പരാജയ ഭീതി ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന, ആളുകളോട് ബിഹേവ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട് അത് മാറ്റുന്ന കാര്യങ്ങൾ പരിശീലനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ദരിദ്രനായി ജനിച്ചത് നമ്മളെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കുറ്റമാണ്. പക്ഷെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റിമറിക്കാൻ ഏത് ഗോളും അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് വേണം. ഇംഗ്ലീഷിൽ ഒരു പദങ്ങളും വെറുതെ ഉണ്ടായതല്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന് 100 മാർക്കാ. എ എന്ന് പറഞ്ഞാൽ 1 മാർക്ക്, ടി എന്ന് പറഞ്ഞാൽ 20. ഓരോ അക്ഷരങ്ങളും നമ്മൾ ചേർത്ത് വെച്ചാൽ എ 1, ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ലെറ്ററാ. അടുത്ത ടി വരുന്നു, ഐ വരുന്നു, ടി വരുന്നു, യു വരുന്നു, ഡി വരുന്നു. ടോട്ടൽ കൂട്ടിയാൽ 100ആ. അപ്പൊ നമ്മളെ പോലെ ഒരു ഡയറക്ട് സെല്ലിംഗിൽ, ബിസിനസ്സിൽ, നെറ്റ്വർക്കിൽ, ആർസിഎം പോലെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റുന്ന പരിശീലനമാണ്. അതിന് നമുക്ക് വേണ്ട ട്രെയിനിങ് ആണ്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് പരിശീലനങ്ങൾ ആർജിക്കേണ്ടത് നിങ്ങളിലാണ്. ഞാൻ നീരജ് ചോപ്രയുടെ ആക്ഷൻസ്, അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് വേണ്ട പരിശീലനം പറഞ്ഞപ്പോൾ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രെയിനിങ്, ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി ഇഷ്ടം പോലെ പണം മുടക്കിയിട്ടുണ്ട്. 10,000 15,000 ഒക്കെ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റണം. ആളുകളെ വാങ്ങുന്ന ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ നോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ്, വി ആർ ബൈയിങ് പീപ്പിൾ. ആളുകളെ വാങ്ങുകയാണ്. ആളുകളെ വാങ്ങുമ്പോൾ, ആളുകളോട് ഇടപെടുമ്പോൾ നമുക്ക് നല്ലൊരു മനോഭാവം ഉണ്ടാവണം. ഇന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ ജാതക്കുറിപ്പിനോടേക്കാളും അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന കാലം. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന മീഡിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഇടപെടുന്നു. നമ്മുടെ ഡൗൺലൈൻ, നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾ, ക്രോസ് ലൈനിൽ വരുന്ന ആളുകൾ ഒരു നേട്ടം അടയാളപ്പെടുത്തുമ്പോൾ അതിനൊരു ലൈക്ക് കൊടുക്കാൻ, അതിനൊന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളൊരു പുതിയൊരു മനോഭാവത്തിലേക്ക് മാറുകയാണ്. ഒരു വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഈ വരുന്ന 27-ാം തീയതി രാവിലെ 5:30 ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഇൻ ബിസിനസ് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സെഷനും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങുകൾ അവസാനിക്കുന്നില്ല, ഫ്രീ ആണ്. താല്പര്യമുള്ളവർക്ക് ഞാനായിട്ട് ബന്ധപ്പെടാൻ. നിങ്ങൾക്ക് ഒരു 100 പേർക്ക് പങ്കെടുക്കാൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പം മനോഭാവമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. മനോഭാവം ചേഞ്ച് ചെയ്യാനുള്ള പരിശീലനങ്ങൾ. ഗോൾ സെറ്റ് ചെയ്താൽ പരാജയപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ വീണ്ടും പ്രചോദിപ്പിക്കുന്ന ട്രെയിനിങ്ങുകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മോണിറ്റർ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 8ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോളൊക്കെ സെറ്റ് ചെയ്തു, ഡിസംബറിൽ ടെക്നിക്കൽ അച്ചീവർ ആവും, അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് അടുത്ത മാസം സെപ്റ്റംബറിൽ ഒരു റോയൽറ്റി ഞാൻ പിടിച്ച് ആനിവേഴ്സറിയിൽ ഒരു ട്രോഫി വാങ്ങാൻ തീരുമാനിച്ചു. നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മളെ ലക്ഷ്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ മീറ്റിംഗ് നടത്തണോ, സെയിൽസിലൂടെ കൂടുതൽ വോളിയം ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ടോ, കൂടുതൽ ആളുകളെ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ടോ, അടുത്ത മാസം റോയൽറ്റി തീരുമാനിച്ചു, ടീമിൽ ഇത്ര വോളിയം വരണം, പേഴ്സണലായിട്ട് എത്ര വോളിയം വരണം, എത്ര ഹോം മീറ്റിംഗ് നടത്തണം, എത്ര ഡിസ്പ്ലേ വാൾ കൊണ്ടുവരണം, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ. ഓരോ ദിവസവും മോണിറ്റർ ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്താണ് നമുക്ക് അച്ചീവ്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഗോൾ സെറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ളത് നോക്കാം. ഒന്നാമത്തത്, ഗോളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, റിയലിസ്റ്റിക് ആവണം, ഡിസ്കഷൻ ഉണ്ടാവണം, ടൈമിലി ആയിരിക്കണം, എഴുതി തയ്യാറാക്കണം, ഡിക്ലെയർ ചെയ്യണം, ആക്ഷൻസ് ഉണ്ടാവണം. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ പലരും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡിയർ ഡ്രീം ക്രിയേഷൻ എന്ന് പറയുന്ന
ഞാൻ ഏതാണ്ട് ഒരു 10-40-ലധികം വീഡിയോ ചെയ്ത ആ ചാനലിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. RCMായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നിന്നും ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അടുത്ത ആനിവേഴ്സറിയിൽ ഏതൊക്കെ പില്ലവിൽ ആരൊക്കെ വരുമെന്നുള്ള കേൾക്കാനുള്ള ആ ഡിക്ലറേഷൻ കേൾക്കാൻ വേണ്ടി തന്നെ കാത്തിരുന്നുകൊണ്ട് അതിനുള്ള അനുവാദം ഹോസ്റ്റിന്റെ ഭാഗത്തുണ്ടാവുന്നുള്ള നിങ്ങളുടെ ഡിക്ലറേഷൻ, നിങ്ങളുടെ പ്രഖ്യാപനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം എല്ലാവർക്കും വലിയ നേട്ടങ്ങളിലേക്ക് കയറാൻ പറ്റുന്നത് താങ്ക് യു. താങ്ക് യു ശ്രീ സർ. കേൾക്കാമോ? താങ്ക് യു സർ. ജയ് RCM. എത്ര ഷോർട്ട് ടൈമില് ഇത്ര എനർജറ്റിക് ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സംശയമാണ്. ഞാൻ വിചാരിച്ചു പ്രോഗ്രാം നീണ്ടു പോകുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ എയർക്രാഫ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യുകയാണ്. ഞാൻ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ലാൻഡ് ചെയ്തു. ഇനി എന്ത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അടിപൊളി, സൂപ്പർ. തീർച്ചയായിട്ടും നമുക്ക് ലോങ് സെഷനേക്കാളും ഷോർട്ട് സെക്ഷനാണ് നമുക്ക് റിസൾട്ട് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോർട്ട് സെഷൻ തന്നെ ചെയ്യണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടത് എന്താണ്? ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഗോൾ സെറ്റിംഗ്. ഓക്കെ, പലരും നമുക്ക് ചാറ്റ് ചെയ്ത് തുടങ്ങി. തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ ശ്രീ സാർ അല്ലേ ഗോൾ സെറ്റ് ചോദിക്കുന്നത് ആൾക്കാരോട്? അല്ലല്ല, ബിനു സാറിന് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത് തന്റെ ആനിവേഴ്സറിയിലെ ഗോൾ പറയട്ടെ അടുത്ത മാസത്തെ. റൈറ്റ്, ആദ്യമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. അവര്